When I say it's over. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ യാഷിൻ്റെ ടോക്സിക് എന്ന മൂവിയുടെ ഭാഗത്തുനിന്ന് ഒരു ടീസർ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു കിഡിലൻ ടീസർ വന്നിട്ടുണ്ട്. ഞാനത് ഓൾറെഡി കണ്ടു, പക്ഷേ അത് നല്ലൊരു ഇതിലല്ല കണ്ടത്, അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല കണ്ടേ. എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ട്രെയിലേഴ്സ് ടീസേഴ്സൊക്കെ റിയാക്ട് ചെയ്യാൻ നമ്മൾ ആ സ്പോട്ടിലാണത് ചെയ്യാറ്, പക്ഷേ ഇത് കുറച്ച് നീങ്ങിപ്പോയി. എന്നാലും നമ്മൾ ഇന്ന് ആ ഒരു ടീസർ റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മുടെ യാഷ് അഭിനയിക്കുന്ന ഗീതു മോഹൻദാസ്, അതായത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഗീതു മോഹൻദാസ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് ടോക്സിക് എന്ന മൂവി. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല കിഡിലൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ രീതിയിലുള്ളൊരു അനൗൺസ്മെൻറ്റ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മലയാളം ടീസറാണ് ഇതിൻ്റെ ഇത് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ചെയ്യാം. എൻ്റെ മോനെ, ഒരു ഗാങ്സ്റ്റർ ലെവല്, ഒരു പാർട്ടിക രീതിയിലുള്ള ഒരു സീനാണ് ഇപ്പോൾ കണ്ടത്. എന്തോ പാർട്ടി നടക്കണത്, ഇപ്പോൾ എവിടെയോ നിൽക്കണതാണ്, മഴയത്ത് നിൽക്കുന്ന ഒരു സീന്. ഇതെന്തോ സർക്കസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഇത്. പ്രത്യേകിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഗാങ്സ്റ്റർ പീരിയോഡിക്കാണ്, ആ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ സർക്കസൊക്കെ ആയിട്ട് വരുന്ന ഒരു സീനാണ് ഇപ്പോൾ കണ്ടത്. മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻ. എൻ്റെ മോനെ, ഇതെവിടെ ചൈനയിൽ എന്തോ ഒരു സംഭവമാണ്, പിന്നി സർക്കസ് ക്യൂപ്രായോ. എൻ്റെ മോനെ, ഇച്ചായി സിനിമാറ്റോഗ്രഫി, അതായത് ഹോളിവുഡ് ലെവലിലുള്ള ഒരു ക്രിയേഷനാണ് ഇത്രയും നേരം ഇപ്പോൾ കണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാങ്സ്റ്റർ, ആ ഒരു ഗാങ്സ്റ്ററിൻ്റെ ഇൻട്രോ കാണിക്കുന്ന ലെവലിലുള്ള ഒരു സംഭവമാണ് ഇതിൽ ഇത്രയും നേരം കണ്ടത്. മോനെ, ഇത് മോഹൻദാസ് റോക്കിംഗ് സ്റ്റാർ യാഷ്. എൻ്റെ മോനെ, ടോക്സിക്. ആരാ വില്ലന? എൻ്റെ മോനെ, എടാ യാഷ്. എൻ്റെ മോനെ, ഇച്ചായി ട്രെയിലർ KGF ലെവലിൽ വരുന്നൊരു ടീസർ അവർ സെറ്റ് ചെയ്തിട്ട് ഇറക്കി വിട്ടുകയാണ്. അതായത് 19/3/2026 മാർച്ച് 19 ഈ മൂവി ഇറങ്ങും. ഈ മൂവിക്ക് ക്ലാഷായിട്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഇപ്പം മലയാളത്തിൽ നിന്നായാലും കുറച്ചധികം മൂവീസ് ഇപ്പോൾ ഈ മാർച്ച് 19 തന്നെ വരുന്നുണ്ട്. ഈ ഒരു മൂവിനായിട്ട് ക്ലാഷ് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിന് മാത്രമായിട്ട് ആളുകൾ കയറും. മറ്റു മൂവികൾ അവിടെ കെടുക്കുമെന്ന് തന്നെ ഒരു സംശയമാണ്. കാരണം അമ്മാതിരി, അതായത് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും എല്ലാ മൂവീസിൻ്റെ ഒരു ക്ലാരിറ്റി. ഈ മൂവി അമ്മാതിരി രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞാൽ ഇതിൽ പ്രധാന ക്യാരക്ടേഴ്സായിട്ട് നമ്മുടെ യാഷ് വരുന്നുണ്ട്, അതുപോലെ രുക്മിണി, താര, കൈറ,
പിന്നെ നയൻതാര, അങ്ങനെ കുറച്ച് ലേഡീസ് ക്യാരക്ടേഴ്സാണ് ഇതിൽ കൂടുതൽ നമുക്ക് പോസ്റ്ററായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ആഷിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ, എൻ്റെ മോനെ ഇജ്ജായ വീഡിയോ, അതിൻ്റെ മേലെ നിൽക്കണ ഒരു കിഡിലൻ ടീസർ. ഇതിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ആദ്യം കണ്ട ഒരു ഗാങ്സ്റ്ററിൻ്റെ ഇൻട്രോ സീൻ പോലെയായിട്ടാണ്. അതായത് എന്താ പറയുക, ഓരോ പാർട്ടിയിലൊക്കെ ചെന്നിട്ടുള്ള ഒരു മീറ്റിങ്ങും ആ ഒരു ഇൻട്രോ, അതായത് നമ്മുടെ യാഷ് റായയുടെ ചിലപ്പോൾ ഒരു ഇൻട്രോ ആയിട്ടാണ് ഇതിൽ വരുന്നുണ്ടാവുക. പിന്നെ അതിൽ സർക്കസിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി മറ്റേ കയറ എന്ന് പറഞ്ഞൊരു ആക്ടേഴ്സിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതേ ഒരു സ്ഥലത്താണ്, ഏത് സർക്കസിൻ്റെ ഇത് അവിടെ വെച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ചില സീനുകളുടെ ഇടയിൽ നയൻതാരേനെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനിൽ മിക്കതും വയലൻസ്, അതുപോലെ തന്നെ നല്ല കിഡിലും ഫൈറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KGF വന്ന സമയത്തുള്ള ഹൈപ്പ് അങ്ങനെ ആ ഒരു റേഞ്ചിലേക്ക് ഇവരിത് കൊടുക്കുന്നുണ്ടെന്നാണ് പറയണത്. നല്ല ഒരു ക്ലാരിറ്റിയും ഒരു സിനിമാറ്റോഗ്രാഫി, പിന്നെ അതുപോലെ ഇവർ ഉപയോഗിച്ചിരുന്ന കളർ ഗ്രേഡിങ്, അങ്ങനെ ഇതൊന്നുമല്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന മെയിൻ സാധനം യാഷിൻ്റെ ഒരു കിഡിലൻ എന്ന് പറഞ്ഞാൽ KGFന് ശേഷം മൂപ്പരുടെ ഒരു കിഡിലൻ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതാ. അതിൻ്റെ ഇടയിൽ കുറേ റിലീസ് പഴയതെന്നൊക്കെ പറഞ്ഞ് വന്നാലും ആൾ അഭിനയിച്ച് KGF കഴിഞ്ഞിട്ട് പിന്നെ വരണതാണ് ഈ ഒരു മൂവി. എൻ്റെ പൊന്നു മോനെ, ഇത് കത്തിക്കും, തിയേറ്റർ കത്തിക്കുക ആളല്ല സംഭവം ഉണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് ഇന്നാൾ വിളിച്ചിട്ട് പറഞ്ഞുള്ളൂ നമുക്ക് ഇതിനെ പോകാൻ. ഞാൻ അത്ര വലിയതാക്കിയിട്ടില്ല, കാരണം ചെറുതായിട്ട് ഒന്ന് കണ്ടുള്ളൂ. ഇതിന് എന്തായാലും പോയിരുന്നു. അമ്മാതിരി രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അതായത് ആക്ഷൻ, ഫൈറ്റ്, മാസ്, അമ്മാതിരി മാസ്, പിന്നെ വയലൻസ്. എൻ്റെ മോനെ ഒരു ടീസർ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. നമ്മൾ ഈ രാജമൗലിയുടെ ഒക്കെ ലെവലിലുള്ള സംഭവങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ സലാർ, അതിൻ്റെയൊക്കെ ട്രെയിലർ ടീസറൊക്കെ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇത് ഇത്തിരി കൂടി വ്യത്യസ്തമായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലാസ്റ്റ് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ഈ ഒരു ടീസറിൻ്റെ ലാസ്റ്റായിട്ട് നമുക്ക് കാണാൻ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അതിന് എവിടെയൊക്കെയോ യാഷിൻ്റെ ഒരു കട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാഷിന് ഇതിൽ മൂന്ന് ലുക്കാണ് ഇതിൽ ഓൾറെഡി ഉള്ളത്. ഒരെണ്ണം നമ്മുടെ റായ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ അനൗൺസ്മെൻറ്റ് ടീസറിൽ വരുന്ന ആ ഒരു ലുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരണത് ഇത്തിരി ഏജ് ആയിട്ടുള്ള തോന്നുന്നു, കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ ജട പോലെ ഇരിക്കണ ഒരു ക്യാരക്ടർ. ഇപ്പോൾ ഇതിൽ പറഞ്ഞില്ലേ, ഐ സേ ദാറ്റ് സോവർ, അങ്ങനെ എന്തോ പറയാം. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന ആ ഒരു ക്യാരക്ടറും കൂടി, അതായത് ഫുൾ ക്ലീൻ ഷേവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും കൂടി ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ മോനെ, ഇത് 3 ഗെറ്റപ്പിൽ 3 കാലഘട്ടമാവും ചിലപ്പോൾ ഇത് പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇത് 3 ലെവലിലായിട്ടാവും. ലാസ്റ്റ് ഈ പറഞ്ഞ പുള്ളി ക്ലീൻ ഷേവ് ഇത് വന്നിട്ട് ഡാഡി ഐ ആം ഹോം എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഇത് മകനായിരിക്കാം, ചിലപ്പോൾ ഒരു അച്ഛന് 2 മക്കളായിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. അത് എങ്ങനെയാണ് ഇവർ ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ തിയേറ്ററിൽ പോയിട്ടിരുന്ന് കണ്ട് ആസ്വദിക്കേണ്ട ലെവലിലിരിക്കും. കാരണം കുറേ നാൾക്ക് ശേഷം നല്ലൊരു ട്രെയിലർ ഞാൻ കണ്ടത്. ഇനി ഇതുപോലെ നമ്മുടെ ആട് അതുപോലെ കുറേയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൂവി വരാൻ്റെ അതേ ദിവസം പല രീതിയിലുള്ള മൂവികൾ വന്നാലും ഈ ഒരു മൂവി ഉണ്ടാക്കാൻ പോകുന്നൊരു ഇമ്പാക്റ്റ് അതൊരു ഒന്നൊന്നര ഇമ്പാക്റ്റാണ്. കാരണം ഇതിൻ്റെ ഇനി ട്രെയിലർ വരാൻ കിടക്കുന്നുണ്ട്. മറ്റുള്ള മൂവികൾ 19-ാം തീയതി വരെ ട്രെയിലർ ടീസർ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഇത് കൊണ്ടുവന്ന് നിർത്തിയ ഒരു ലെവല് അതൊരു ഒന്നൊന്നര ലെവലാണ്. കാരണം ഇതിൽ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗീതു മോഹൻദാസിൻ്റെ മൂവിയാണ്. നമ്മുടെ റോക്കിംഗ് സ്റ്റാർ യാഷ് ഉണ്ട്. പിന്നെ വരുന്നത് കുറേ ലേഡി ക്യാരക്ടേഴ്സാണ്. പിന്നെ നമ്മുടെ അനൗൺസ്മെൻറ്റ് വീഡിയോസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത് എന്താ പറയുക, ഒരു ഹോളിവുഡ് ലെവലിലുള്ളൊരു മേക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇവർ കൊടുന്ന് വെച്ചിട്ടുള്ളത്. സാധാരണ നമുക്ക് വരുന്ന ഗാങ്സ്റ്റർ മൂവീസ് ലെവലല്ല ഇതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊരു പീരിയോഡിക് ഗാങ്സ്റ്റർ മൂവിയാണ്. അമ്മായ രീതിയിലുള്ളൊരു ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ടീസറിൽ കാണാൻ സാധിച്ചത്. എല്ലാവരെ പോലെ തന്നെ ഞാനും വെയിറ്റിംഗ് ആണ്. കാരണം ഇപ്പോൾ കുറച്ച് റൂമറുകളൊക്കെ വരുന്ന യാഷ് ക്ലീൻ ഷേവ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നൊക്കെ ഉണ്ടായിരുന്നു, ഫുൾ മാസ്ക് ചെയ്തിട്ട്. മിക്കത് ക്ലീൻ ഷേവ് ചെയ്തിട്ടായിരിക്കും അങ്ങനെ പോകുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് എന്താ ക്യാരക്ടർ യാഷ് തന്നെ ആയിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിന് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടി തുടങ്ങിയിട്ടുണ്ട്, 400-ൻ്റെ അടുത്തേക്കായി.
സോ നമ്മുടെ ഒരു ചെറിയൊരു ചാനലിൽ നിന്ന് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് 400 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ സാധിച്ചു തന്നെ വലിയൊരു കാര്യമാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഇനി വരുന്ന ഇതിൻ്റെ ട്രെയിലർ ആയാലും നമ്മൾ എന്തായാലും റിയാക്ട് ചെയ്തിരിക്കും, ഇതിൻ്റെ റിവ്യൂ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും. സോ താങ്ക്സ്.